യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഗൾഫ് മേഖലയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. നടന്നത് ഇറാനിലും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ഈ അമേരിക്കയുടെ 5ാം കപ്പൽ പട എന്ന് പറയുന്നത് ബഹ്റിനിലാണ്, അവരുടെ ഏറ്റവും വലിയ സൈനിക താവളം. അവിടെ നിന്നാണ് ഇറാൻ തുടങ്ങിയത്. ഗൾഫ് മേഖല മുഴുവൻ നിശ്ചലമാകുന്നു. ഇപ്പോൾ ഇറാനിലെ ഒരു സ്കൂളിൽ ആക്രമണം നടത്തി 5 കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു. അതുപോലെ അബുദാബിയിലും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് എന്നുള്ളത്, ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ യുദ്ധം പോകുന്നത്? ഇറാനെ തീർക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. US-ഉം ഇസ്രായേലും തമ്മിലുള്ള സംയുക്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാൻ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ തല കുനിക്കില്ല, യുദ്ധം എത്ര കടുത്ത് മുന്നോട്ട് പോയാലും ഞങ്ങൾ പ്രതിരോധിക്കാൻ ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത്, എല്ലാം തകർക്കാൻ തന്നെയാണ് നിൽക്കുന്നതെന്ന്. ഇറാന്റെ ഒരു അവസ്ഥയും മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? ഇത് ഇന്ത്യയെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ ബാധിക്കുന്ന വലിയ നിർണായകമായ ഒരു യുദ്ധമാണിത്. നമ്മൾ ഒരു വർഷമായിട്ട് നമ്മളൊരു പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തായാലും ഇറാനിൽ യുദ്ധമുണ്ടാവും, അത് അമേരിക്ക യുദ്ധം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലായിരുന്നു. പക്ഷെ പല സമയത്തും സമാധാന ദൂതന്മാരെ പോലെ പല ആൾക്കാരെ ഇടപെടുകയും ഒരുപാട് ചർച്ചകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉയരുകയും ചെയ്തെങ്കിലും ശാശ്വതമായി അമേരിക്കയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ഇറാനിലെ സായുധ ശക്തി നശിപ്പിക്കുക, അവിടുത്തെ ഭരണാധികാരിയെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ലോക രാജ്യങ്ങൾക്കാരുടെ സംശയമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ വളരെ ആശങ്കയോട് കൂടിയാണ് നോക്കുന്നത്. കാരണം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളാണ് മലയാളികളുടെ ഒരു രണ്ടാമത്തെ വീടെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മലയാളികൾ, കാരണം ഗൾഫിൽ മലയാളികളില്ലാത്ത ഒരു വീട്ടുകാർ ഇവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ബന്ധുക്കളെങ്കിലും ഉണ്ടാവും. അപ്പം UAE ആയാലും ഒമാൻ ആയാലും ഖത്തർ ആയാലും കുവൈറ്റ് ആയാലും സൗദി അറേബ്യ ആയാലും ബഹ്റിനായാലും എല്ലാം മലയാളികൾ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഈ മിലിറ്ററി ബേസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇറാൻ തീർച്ചയായിട്ടും അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, അബുദാബിയിൽ പ്രശ്നങ്ങളുണ്ടായി, അവിടെ ഒരു ആൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. ബഹ്റിനിൽ 3ഓ 4ഓ മിസൈലുകൾ വീണു എന്ന് പറയുന്നു. അതിൻ്റെ കൃത്യത നമുക്കറിയില്ല, കാരണം യുദ്ധ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടാറില്ലല്ലോ. എങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളിലേക്കും ഇതെല്ലാം നമ്മുടെ മലയാളികളെയാണ് ആശങ്കപ്പെടുത്തുന്നത്. ഒന്ന്, മലയാളികളുടെ അവിടെ ജീവിതം, എന്ത് ദുരന്തങ്ങൾ വന്നാലും അതിൽ മലയാളികൾ ഉൾപ്പെടും, കാരണം അത്രയും മലയാളികളാണ് അതിൻ്റെ അതുള്ളത്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാകുന്നു. കാരണം ഈ ഹോർമിസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരപാതയെ ഇറാൻ ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എണ്ണയുടെ വില വളരെയധികം വർദ്ധിക്കും. അത് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എണ്ണയാണല്ലോ നിയന്ത്രിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന എണ്ണയുടെ വില കൂടുന്നതനുസരിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നയതന്ത്രമായ ബന്ധം. കാരണം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ ഇസ്രായേൽ പാർലമെൻറ്റിൽ പോവുകയും പ്രസംഗിക്കുകയും ചെയ്തു. അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പാകിസ്ഥാനിലെ സെനറ്റർമാരൊക്കെ ഇതിനെക്കുറിച്ച് അപലപിച്ച് അവിടുത്തെ പാർലമെൻറ്റൊക്കെ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയതാണ്. അതായത് ഇന്ത്യയിലെ ആഫ്രിക്കയിലെ രാജ്യങ്ങളടക്കം ഒരു ഹെക്സാഗൺ അലയൻസ് ഉണ്ടാകണം എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതിലൊരു ആ അലയൻസിലെ സഖ്യകക്ഷിയായിട്ട് ഇന്ത്യയും കൂടെ ചേരണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ലോകം നേരിടുന്ന ഭീകരപ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആശങ്കകളൊക്കെ അകറ്റി സമാധാനപരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നിങ്ങനെയാണെന്നാണ് നെതന്യാഹു പറയുന്നതെങ്കിലും അതിൻ്റെ പിന്നിലും പലതരം അപകടങ്ങളുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു റിസ്ക് അവേഴ്സ് ഡിപ്ലോമസി ആണ് ഇന്ത്യ എല്ലാ കാലഘട്ടങ്ങളിലും യൂസ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തോട് നമ്മൾ കൃത്യമായ കൂറ് പുലർത്തുകയോ എന്നാൽ ഒരു രാജ്യത്തെ കൃത്യമായി എതിർക്കുകയോ ചെയ്യുന്നില്ല. നമ്മളെല്ലാ രാജ്യങ്ങളും, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങളുള്ളൊരു വലിയ രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തലവന്മാരാണ് ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സഖ്യകക്ഷിയാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം ഈ ലോകം ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അമേരിക്കയും ഇസ്രായേലും കൂടിയാണ് യുദ്ധം തുടങ്ങി എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ഈ ബ്രിട്ടൻ പങ്കെടുക്കുമോ, അതുപോലെ നാറ്റോ സഖ്യത്തിലെ ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും പോലെയുള്ള ശക്തരായ മറ്റ് രാജ്യങ്ങളും ഇതിൻ്റെ കൂടെ ചേരുമോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ്. ഇതിനകത്ത് തുർക്കിയുടെ നിലപാടും വലിയ ഘടകമാണ്. കാരണം തുർക്കി ഒരു മുസ്ലിം രാഷ്ട്രമാണ്, അവർ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്, അതേപോലെ തന്നെ ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതെല്ലാം വെച്ച് ഈ തുർക്കിയുടെ നിലപാടും ഇതിൻ്റെ അത് വളരെ ആശങ്കാജനകമാണ്. എങ്ങനെ വന്നാലും ഇത് ലോക രാഷ്ട്രീയ ക്രമങ്ങളിലും നയതന്ത്ര ബന്ധങ്ങളിലും വലിയ ഒലച്ചിലുകൾ ഉണ്ടാകുകയും
അതുപോലെ വലിയ പ്രതിസന്ധികൾ നേരിടാൻ പോകുന്ന ഒരു വലിയ യുദ്ധമായിട്ട് ആണ് കാണുന്നത്. നമ്മുടെ എല്ലാം ആഗ്രഹം ഇതെങ്ങനെയെങ്കിലും എത്രയെങ്കിലും പെട്ടെന്ന് അവസാനിച്ച് സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്നാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു നിന്നാൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ലീവിന് വന്നവർ പുറത്തു പോകാനുള്ളവരുണ്ടാകും. ഇതൊക്കെയാണ് മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒക്കെ ഒരു ആശങ്ക. എങ്ങനെയാണ് ഈ കുട്ടികൾ പിന്നെ ഈ അബ്രോഡിലൊക്കെ പഠിക്കാൻ പോയ കുട്ടികൾ ഇപ്പോൾ വെക്കേഷന് വന്ന സമയങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ഇപ്പോൾ റദ്ദാക്കി. ഈ യുദ്ധം അവസാനിക്കുന്നത് വരെ ഇവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും യുദ്ധ സാഹചര്യം സമാനമായ സാഹചര്യത്തിൽ ലോകത്ത് ഒരു രാജ്യങ്ങളും ഈ അതിർത്തികളിലൂടെ വിമാനം പറക്കുന്നത് എന്തായാലും റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിനെല്ലാം ബാധിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, കോഴിക്കോടും തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള എയർപോർട്ടിന് പല വിമാനങ്ങളും റദ്ദ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടുത്തെ മലയാളികൾ ഇങ്ങോട്ട് ഒരുപാട് പേര് വരാനുണ്ട്, ഇവിടുന്ന് ഒരുപാട് പേര് അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാ യാത്രകളും ഇപ്പോൾ ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്കാണ് പോകുന്നത്. വലിയൊരു അൺസർട്ടനിറ്റിയാണ് ഗൾഫ് മലയാളികളെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. കാരണം നമ്മുടെ പല ഫ്ലൈറ്റുകളും യാത്ര ചെയ്യുന്നതെല്ലാം ഈ ഒരു തീരം അല്ലെ പശ്ചിമേഷ്യ കവർ ചെയ്തിട്ടാണ് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ നിലനിൽക്കുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വളരെ ആശങ്കയുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് എന്നും ഒരു ഭീഷണിയാകുന്നു. അങ്ങനെ പ്രോക്സികളുടെ ഒരു പ്രൊമോട്ടർ, ലോകത്ത് എവിടെയും ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യം. അതായത് അവരുടെ ഈ പറയുന്ന ഭീകര ഗ്രൂപ്പും ഒക്കെ എല്ലായിടവും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല. അപ്പോൾ അതാണ് അവരൊരു ദൈവഹിതം നടക്കട്ടെ, അല്ലെ ഇറാൻ്റെ താല്പര്യത്തിന് എതിരായിട്ട് നിൽക്കുന്നവർക്ക് പകരം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ പലയിടത്തും പ്രകടനം നടക്കുന്നു, പലയിടത്തും പൊട്ടിത്തെറിക്കുന്നു. ഇപ്പം ഇതിനൊരു അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇറാനെ വിട്ടുകൊടുക്കത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭരണമാണ് ഇറാനിൽ. അപ്പം ഈ ഒരു യുദ്ധം നമ്മൾ പലപ്പോഴും യുദ്ധം കണ്ടിട്ടുണ്ട്, ഇത് കുറേ ദിവസം കഴിയുമ്പോൾ തീരും. നേരത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധമെല്ലാം അങ്ങനെ. ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് ഈ യുദ്ധം മാറുമോ? അതായത് എന്തുവായാലും യുദ്ധം വ്യാപിച്ചാൽ ലോകമഹായുദ്ധത്തിന്, അതായത് നമ്മൾ യുദ്ധത്തിൽ ഡയറക്റ്റ് ഏർപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ഇപ്പോൾ പ്രതിസന്ധി ആയല്ലോ, നമ്മുടെ ആൾക്കാർക്ക് പ്രതിസന്ധിയായി, നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് വിലക്കയറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇത് അമേരിക്ക യുദ്ധം ചെയ്യുന്നത് താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യം കാണും. ഇസ്രായേലിൻ്റെ യുദ്ധം അങ്ങനെയല്ല. ഇസ്രായേൽ പറയാണ്ട് ഞാൻ ആയുധം താത്തു വെച്ചാൽ അന്ന് ഞങ്ങളുടെ രാജ്യം ഇല്ലാതാകുമെന്ന് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇസ്രായേലിന് ആദ്യത്തെ ത്രട്ട് ഇസ്രായേലിനാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യമല്ല, ഈ ഖമേനി അല്ലെങ്കിൽ ആ സംവിധാനം, ആ ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഭരണകൂടം മാറിയാൽ അപ്പോൾ അത്തരത്തിലേക്ക് ഈ യുദ്ധം മാറുമോ, അല്ലെങ്കിൽ അത് തീർത്ത് ഇസ്രായേൽ യുദ്ധം നിർത്തുമോ? അല്ല, ഞാൻ ഈ ചോദിക്കുന്നത് അങ്ങനെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ ചോദിക്കും. അല്ല, ഇത് കുറച്ചും കൂടെ ദൂരവ്യാപകമായി കാണേണ്ടത്. ഇതിന് 2-3 ഘടകങ്ങളുണ്ട്. അപ്പം ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് പാരലായിട്ട് പാകിസ്ഥാനും അതുപോലെ താലിബാനും തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. ബലൂചിസ്ഥാനിലെ സംഘർഷം വളരെ വലുതാണ്, നമ്മൾ കാണുന്നതിനേക്കൊക്കെ വളരെ വലുതാണ്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം അവിടുത്തെ പട്ടാള മേജറിനെ പോലും തട്ടിക്കൊണ്ടുപോയ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളും ഇതും തമ്മിലൊക്കെ എന്തെങ്കിലും ബന്ധങ്ങൾ നാളത്തേക്ക് രൂപപ്പെടുമോ? അത് മാത്രമല്ല, പാകിസ്ഥാനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുന്നതിനൊരു പ്രധാന കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളതാണ്. പണ്ട് ഇസ്രായേൽ 90കളിലാണെന്ന് എനിക്ക് തോന്നുന്നത്, അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയോടൊരു കാര്യം പറഞ്ഞു. എന്നാൽ ഇന്ത്യയായിട്ട് വലിയ നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല ഇസ്രായേലിൽ. അന്ന് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യ ഒരു മിലിറ്ററി ബേസ് അല്ല സ്പേസ് തരികയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ നശിപ്പിക്കാമെന്നായിരുന്നു. ഇപ്പോൾ എപ്പോഴും ഈ ഏറ്റവും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ നിലപാട് ഇതിനകത്ത് നിർണായകമാണ്. അതേപോലെ മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം നിലപാട് നിർണായകമാണ്. ഇപ്പോൾ ഇതിൻ്റെ യുദ്ധം മുന്നോട്ട് പോകുമോ എന്നുള്ളതിൻ്റെ അകത്ത് ഉത്തരം ഇതാണ്. ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളായ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടി ഇതിൻ്റെ സമാധാന ദൂതുമായി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കും. കാരണം അവർക്കെല്ലാം അമേരിക്കയുടെ നല്ല ബന്ധമാണ്. സൗദിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആത്മമിത്രമാണ് അമേരിക്ക. മറ്റ് രാജ്യങ്ങൾക്കും അതെ, അവരെല്ലാം ഇതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇറാഖിലെ യുദ്ധവും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധവും വിയറ്റ്നാമിലെ യുദ്ധമൊക്കെ പരാജയപ്പെട്ട് അമേരിക്ക തിരിച്ചു പോയെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലിബിയയിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടത് അവിടുത്തെ പട്ടാളം ഇവരുടെ കൂടെ ചേരുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും അമേരിക്ക ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവിടുത്തെ സ്വദേശീയരായ ഇറാനിലെ ആൾക്കാരുടെ പിന്തുണ അവർ ഏതെങ്കിലും രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ അവിടെ പട്ടാളത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ സൈനിക ശക്തി ആൾക്കാരെ
കുറേ ആൾക്കാർ അമേരിക്കയോട് കൂറ് പുലർത്തുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഓപ്പറേഷൻസിലൂടെ മാത്രമേ അമേരിക്കയ്ക്ക് യുദ്ധം വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമേരിക്ക ഒരിക്കലും നേരിട്ട് പോയി അറ്റാക്ക് ചെയ്ത് ഇത്രയും വലിയ ഒരു സംവിധാനത്തെ താർക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമേരിക്ക വിജയിക്കുമോ. അല്ലെങ്കിൽ രണ്ടാമതൊരു ഘടകം എന്ന് പറയുന്നത് ഈ മറ്റ് രാജ്യങ്ങൾ, അതായത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇറാൻ്റെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോർദാൻ, സിറിയ മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ UAE വരെ ഉള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി പോലെയുള്ള രാജ്യങ്ങൾ, അവർ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കാര്യമായ നിലപാടെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും. ഇല്ലാത്ത പക്ഷം അമേരിക്കയുടെ ഒരു ട്രോജൻ നയമുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാരെ വെച്ചിട്ടായിരിക്കും അവർ യുദ്ധം ആരംഭിക്കുന്നത്. ചിലപ്പോൾ അവർ നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർക്ക് പ്ലാനുണ്ട്. യുദ്ധം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം എന്നായിരിക്കും, 2, 3, 4 അങ്ങനെ എത്രാമത്തെ ദിവസമാണ് അത് അവസാനിപ്പിക്കേണ്ടതെന്നൊരു പ്ലാനിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് വിജയിച്ചാൽ ചിലപ്പം ഒരു സർവാധിപത്യം അമേരിക്ക കിട്ടാം. പക്ഷേ അതല്ല, ഈ യുദ്ധത്തിൻ്റെ ഗതി മാറി ഇനി ഇറാന് ശക്തി കിട്ടുകയും മറ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് കിട്ടുകയും, ഞാൻ പറഞ്ഞത് ഇതിന് തുർക്കിയുടെ ഒക്കെ സപ്പോർട്ടും അല്ലെങ്കിൽ നിലപാടൊക്കെ ഇതിൻ്റെ അത് വലിയ നിർണായകമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ നിലപാടുകൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ്. ചിലപ്പോൾ ഇത് അമേരിക്ക ഇത് തോറ്റു പിന്മാറേണ്ട ഒരു അവസ്ഥയും വരും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു യുദ്ധമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ അവസാനിക്കേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അപ്രഖ്യാപിത നിലപാടാണ്. അതിനുവേണ്ടിയാണ് അവർ യുദ്ധത്തിന് അമേരിക്കയുടെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതും ഒരു ഘടകമാണ്. ഇങ്ങനെ പല ഘടകങ്ങളിൽ വെച്ച് കഴിയുമ്പോൾ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെയും ഒരു അവസാനവുമല്ല, ഒന്നിൻ്റെ ഒരു ആരംഭവുമല്ല. ഒരുപാട് അവകാശങ്ങൾ നേടാൻ ഒരു വിഭാഗവും ഒരുപാട് അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ ഒരു വിഭാഗമുണ്ട്. ഇതിനിടയ്ക്ക് പെടുന്ന കുറേ മനുഷ്യരുണ്ട്, അവരുടെയൊക്കെ ജീവന് വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതിരിക്കാൻ ഈ സമയത്ത് നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആശങ്കയിലാണ് എന്താണ് സംഭവിക്കുമെന്നുള്ളത്. ആരും ആശങ്കപ്പെടേണ്ട, യുദ്ധം ഉടനെ അവസാനിക്കും. ആർക്കും ജീവനുകളൊന്നും നഷ്ടപ്പെടാതെ അവസാനിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാരായ ആൾക്കാരെല്ലാം സുരക്ഷിതരാകട്ടെ എന്ന് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.